കാല് നമ്മൾ ഈ കൈയുടെ അകലത്തിൽ തന്നെ കാലും കൂടെ ഇടുക. കോള് കൊള്ളിക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് വളരെ പ്രധാനമാണ് മർമ്മമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ. ആദ്യമായിട്ട് നമ്മൾ എണ്ണ എടുത്തിട്ട് ആ എണ്ണ നമ്മളെ ഉച്ചയിൽ ഒന്ന് ഗുരുവിനെ സ്മരിച്ച് തടവി ഈ എണ്ണ അയാളുടെ ഉച്ചയിൽ ഒന്ന് തടവിട്ട് ഞാനാണ് ഈ കിടക്കുന്നതെന്നുള്ള സങ്കല്പം മനസ്സിലാണ്. എന്നെ തന്നെ ഞാൻ മസാജ് ചെയ്യുന്നു എന്നുള്ള സങ്കല്പമാണെങ്കിൽ രോഗിക്ക് ഏറ്റവും ബെസ്റ്റായിരിക്കും. എന്നിട്ട് എണ്ണ ഇവിടെ ഒഴിക്കുക. ഒരു ബോലിനകത്ത് എണ്ണ ചെറിയ ചൂടോടുകൂടി സ്ഥലത്തുണ്ടായിരിക്കും. അതിങ്ങനെ ഒഴിച്ച് ആദ്യം ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുക. എന്നിട്ട് അത് വൈഡാക്കി കൊണ്ടുവരുമ്പോഴേക്ക് 21 പ്രാവശ്യം ആകുമ്പോഴേക്കും വൈഡായി ഇങ്ങനെ വരും. എന്നിട്ട് 21ാമത്തെ പ്രാവശ്യം ആകുമ്പം ഇങ്ങനെ വിട്ടിട്ട് ആ കൈ ഇളക്കുന്നില്ല. കൈ എപ്പോഴും തുടങ്ങി കഴിഞ്ഞാൽ കൈയുടെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും അയാളുടെ ബോഡിയായിട്ട് ടച്ച് ചെയ്ത് കിടക്കും. അപ്പം പേഷ്യന്റിനും ബോധം വരും, ഡോക്ടർ അടുത്തുണ്ട്, പറഞ്ഞിട്ട് പോയിട്ടില്ലെന്ന് തോന്നും. അപ്പോൾ ഇത് എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത്, അഥവാ നമുക്ക് എന്തെങ്കിലും സ്വകാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും കൈ ഒന്നിട്ട് ഒരു കൈയെങ്കിലും ഒന്ന് ടച്ച് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് 21 പ്രാവശ്യത്തിന് ആദ്യത്തെ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അടുത്ത പ്രാവശ്യം ഞാൻ എന്ത് ചെയ്ത് അടുത്ത കാലയിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഇത് ചെയ്തിട്ട് ഓപ്പോസിറ്റ് കൈയിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് കൊണ്ടുവന്നിട്ട് കറക്കി 21 പ്രാവശ്യമാണ് കറക്കുന്ന ഓർമ്മയാണ്. ചെറുതായിട്ട് കൊണ്ടുവന്നിട്ട് വൈഡായിട്ട് കൊണ്ടുവന്ന് അത് 14 ആകാം 7 ആകാം. അത് ടൈം അനുസരിച്ച് ഒരു അരമണിക്കൂർ മസാജ് ഉള്ള ഒരാൾക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രോക്കിൻ്റെ നമ്പറാകും കുറച്ചാണ്. ഇങ്ങനെ കൊണ്ടു ഇപ്പോൾ 21 ഈ ലോങ് സ്ട്രോക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കൈയുടെ പൊസിഷൻ കൈ ഇങ്ങനെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. മുകളിലായിട്ടാണോ സൈഡ് ഇങ്ങനെ? മുകളിലായിട്ടല്ല, ഇത് ഇങ്ങനെ സൈഡിലായിട്ടാണ്. ഇത് ഒന്ന് സപ്പോർട്ട്, ഈ ഭാഗമാണ് കൂടുതൽ പ്രസ് ചെയ്യുന്നത്. ഇങ്ങനെ കറക്കുമ്പോൾ ഈ ഭാഗമാണ് പ്രസ് ചെയ്യുന്നത്. ആ സൈഡ് പ്രഷർ സമത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഭാഗത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. നല്ല പ്രഷർ കൊടുക്കാമല്ലോ. ഒരു മീഡിയം പ്രഷർ കൊടുക്കാം. വലിയ തടിയിനൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രഷർ കൊടുക്കാം. നമ്മൾ അത് മാക്സിമം പ്രഷർ കൊടുക്കും. ചവിട്ടി തിരുമെന്നാണ് പുള്ളിക്ക് ഏറ്റവും ബെസ്റ്റ്. അതിന് വ്യത്യസ്തമാണ്. ആ സൈഡ് ബോൺ ഇല്ലാത്തോണ്ടേ ഈ സൈഡിലെ ഈ അവിടെ കൊടുക്കുന്നതാണ് ഏറ്റവും തലമിടാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കൊടുക്കണം. ഇതിനകത്ത് വായു നിറഞ്ഞിരിക്കുന്ന ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്യരുത്. ഇതിനകത്ത് വായു നിറഞ്ഞിരിക്കുന്ന കണക്ക് വേണം ഈ വായുവിന്റെ സമ്മർദ്ദം. അപ്പൊ ഇത് കയ്യിലും കാലിലേക്ക് 21 പ്രാവശ്യം വീതം നമ്മൾ ആയിക്കഴിഞ്ഞു. 88 ആയിക്കഴിഞ്ഞു. 2 സൈഡ് 84 ആയിക്കഴിഞ്ഞു. എന്നിട്ട് ഇനി ഗ്ലൈഡി സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് തന്നെ എടുത്തിട്ട് മുകളിലോട്ട് കൊണ്ടുപോയി ഈ ഷോൾഡർ പ്ലേറ്റ് കവർ ചെയ്ത് ഇങ്ങനെ അടിക്കൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയി. ഇത് 21. നല്ല സുഖമുണ്ടല്ലേ? ഇങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞ് ബട്ടക്സ് ഇവിടുന്ന് പുറത്തോട്ട് മാത്രം ഇങ്ങനെ പുറത്തോട്ട് മാത്രം ഇങ്ങനെ ചെയ്ത് ഓപ്പോസിറ്റായിട്ട് ചെയ്തത് ഇങ്ങനെ പുറത്തോട്ട് മാത്രം കൊണ്ടുപോയി തിരിച്ച് ഇവിടെയും പുറത്തോട്ട് മാത്രം കൊണ്ടുപോയി. അതെല്ലാം 21. 21 മാർക്കുണ്ട്. ആദ്യം 21 ഒരു നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ആ നമ്പർ കറക്റ്റ്. 21 സാധാരണ ഇതിൽ 1 മണിക്കൂർ ഉദ്ദേശിക്കുന്നത്. 7 അങ്ക് 7. പിന്നീട് ഉള്ളത് ഇത് ടാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ 33 കഷ്ണമാണെന്ന് നമുക്ക് അറിയാമല്ലോ. ഇവിടുന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ കിടന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് തിരിച്ചു ഇങ്ങനെ കൊണ്ടുപോകും. ഏതെങ്കിലും വെർട്ടിബ്രയ്ക്ക് സ്റ്റിഫ്നെസ് കൂടുതലുണ്ടെങ്കിൽ ചരിച്ച് വെട്ടിക്കൊടുക്കും. ഇങ്ങോട്ട് ചരിച്ച് വെട്ടിക്കൊടുക്കും. അങ്ങോട്ടെന്താ വെട്ടാത്തെ? അങ്ങോട്ട് തട്ടിയാൽ ഇളകത്തില്ല. ഇതിന്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്. ഇങ്ങോട്ട് തട്ടിയാൽ ബാക്കിലോട്ട് തട്ടിയാലേ ഇളകത്തുള്ളൂ. അപ്പൊ ഇതിങ്ങനെ ലൂസായി കിട്ടും. ഇങ്ങനെ ചരിച്ചു കൊടുക്കും. അങ്ങനെയും എത്ര പ്രാവശ്യം? 21 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് ഈ കൈ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു കൈ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കയറ്റിട്ട് ഇവിടെ സ്കാപ്പുലയുടെ കവർ ചെയ്ത് ഇങ്ങനെ കവർ ചെയ്ത് അതും 21 പ്രാവശ്യം കവർ ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ കയ്യിലേക്ക് കൊണ്ടുവരും.
ഇവിടെ ഒരു സൈഡ് ചെയ്യുന്നത് തന്നെയാണ് മറു സൈഡിലും ചെയ്യേണ്ടത്. ഇതിന് താളം കണം ഇരിക്കുകയാണെങ്കിൽ പതുക്കെ ഒരു തട്ടൊക്കെ തട്ടി ഈ 21 പ്രാവശ്യം ഇവിടെ വരും. ഇത് 21 റൊട്ടേഷൻ വരും. ഒരെണ്ണം ഇങ്ങോട്ട് കറക്കിന്റെ അടിക്കൂടെ എടുക്കണം. ഈ ഓരോ റൗണ്ട് അവിടെ വരെ എത്തും. ഇവിടെ അല്ല, ഇവിടെ മാത്രം ഇവിടെ കറക്കി എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കറക്കി എടുത്തിട്ട് ഇവിടെ ഇവിടെ കൊണ്ടുവരും. അപ്പൊ ഇത് ചെയ്തതിന് ശേഷം ഇത് രണ്ടും ഒരുപോലെ ചെയ്യും. ഈ കൈ ഇത് തന്നെ ഷോൾഡർ ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ താഴ്ത്തി വെച്ചാൽ മതി. ഇങ്ങനെ താഴ്ത്തി വെച്ചാൽ മതി. മറ്റേത് ഈ കൈ ഇവിടെ ഇങ്ങനെ വെക്കാതിരുന്നാ മതി. 21 പ്രാവശ്യം 21 ടൈംസ് ഇതിങ്ങനെ എടുക്കും. ഇത് നമ്മളിങ്ങനെ ഈ മസിലും ഈ ഇതും കൂടി ഇങ്ങനെ എടുക്കും. എടുത്തിട്ടാണ് ഇവിടെ വരുന്നത്. ഒരു പ്രാവശ്യം 21 പ്രാവശ്യം മതി. ഇത് ഈ 21 പ്രാവശ്യം മതി. 21 പ്രാവശ്യം ഇവിടെ കംപ്ലീറ്റ് വേണ്ട. അത് കൈക്ക് 21 വേറെ എടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഈ കൈ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ബോഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ കാലിന്റെ ആദ്യത്തെ പോർഷൻ മുതൽ നമ്മൾ എടുക്കുക. ഇതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. ഇങ്ങനെ വെച്ചോണ്ട് ഈ വെല്ലുകൾ വലാങ്കസ് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് എടുത്ത് ഇതൊക്കെ റൊട്ടേഷൻ ഓരോന്നും റൊട്ടേഷൻ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തു. അങ്ങനെയൊക്കെ പ്രസ് ചെയ്യുമ്പോൾ നല്ല സുഖമാണ് കിടക്കുന്ന ആൾക്ക്. ഈ ബോഡി മുഴുവൻ പ്രസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഈ ഇവിടെ പ്രസ് ചെയ്ത് ഈ ആംഗിൾ കറക്റ്റ് ടിക്കിട്ടൊക്കെ ചിലർക്ക് കേൾക്കും. തിരിച്ചും ചെയ്യും. എന്നിട്ട് മുൻപിൻ ഇടംവലം റൊട്ടേഷൻ ഇത് ഇത്ര എടുത്തിട്ട് ഇവിടെ ഈ ബൈസെപ്സ് മസിൽ കറക്കി ഇത് തരും. ആ കൂട്ടത്തിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഇത് തന്നെ അവിടെ ചെയ്യും. ഇല്ല 21. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹിപ്പില് ഇത് 21 ഇവിടം വരും. ഇങ്ങനെ കൊണ്ടുപോയിട്ട് തിരിച്ചു ചെയ്യും. അപ്പൊ ഈ ഭാഗം പോലെ തന്നെയാണ് അവിടെയാണ് മനസ്സിലാക്കണം. പിന്നെ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ. ഇത് കഴിഞ്ഞിട്ട് അപ്പൊ പാർഷ്യലായിട്ടുള്ളതായി ഈ കൈ ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഈ ഭാഗം അതുപോലെ തന്നെ. അപ്പൊ ഇത് ഈ സൈഡ് മൊത്തമായി ഈ കൈയും അതുപോലെ ചെയ്തു എന്നർത്ഥം. ഈ കഴുത്തില് C1 to C7 അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന ഇവിടെ ആ മസിൽ ജംഗ്ഷനുണ്ട്. അതിൽ പിടിച്ച് ഇങ്ങനെ ഒരു വെട്ടുണ്ട്. അപ്പോൾ ഒരു ഇക്കളാവുന്ന നമുക്ക് ബോഡി മുഴുവൻ ഒന്ന് അറിയും. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കും. ഉണ്ട് ഇപ്പോൾ ഇക്കളാകുന്നു ഇങ്ങനെ അങ്ങ് പിടിക്കും. അത് കഴിഞ്ഞാൽ കൈ രണ്ടും താഴ്ത്തിയിട്ട് ലോങ് സ്ട്രോക്ക് എടുക്കും. ഈ കാല് പോലെ തന്നെ മറ്റേ കാലൊന്ന് ചേർക്കണം. ഇവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ 21 മറു സൈഡിലും അതുപോലെ 21. അല്ല താഴോട്ട് ഈസി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. മുകളിലോട്ടാ പ്രഷർ കൊടുക്കുന്നത്. അല്ല താഴോട്ടാണ് ഇവിടെ പ്രഷർ കൊടുക്കുന്നത്. മുകളിലോട്ട് കൈ വെറുതെ കൈ ഓടിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് നെഞ്ചൊക്കെ ഒന്ന് ഉയർത്താൻ പറയും. ഇത് എടുത്തിട്ട് ഇത് അല്പം കൂടെ ആംഗിളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യും. ഈ കൈ ബാക്കിലോട്ട് ഈ പാകത്തിൽ നിരുന്നേ മടങ്ങി ഇത് മടക്ക് കുഞ്ഞു കിടന്നു കൈ മുമ്പോട്ടിട്ട് ഇത് നമ്മൾ കറക്റ്റ് ചെയ്യും. അപ്പോൾ എവിടെയെങ്കിലും റിലാക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർഡറിൽ വീഴും. ഇനി നേരെ കിടന്ന് ഇനി ഒരു സൈഡാണ്. ഇപ്പോൾ ബാക്കിലുള്ളത് ഒരു സൈഡ് തിരിഞ്ഞാണ് ഈ രണ്ട് കൈ കൂപ്പി ഈ കാല് മുകളിലോട്ട് ഈ കാല് സ്ട്രൈറ്റ്. ഇതാണ് സൈഡിൽ കിടത്തുന്ന രീതി. അപ്പം
ഇവിടുന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ബട്ടക്സിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഈ കാലിൽ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈസി ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടുന്ന് എടുത്ത് ബാക്കിലോട്ടാണ്. ബാക്കിലുള്ളതെല്ലാം സ്കാപ്പിൽ വേണമെങ്കിൽ ഇവിടെ ഒന്ന് കറക്കാം, ഇവിടെ അതുപോലെ കറക്കാം. ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകാം. അത് 21. ഇതുപോലെ മറുസൈഡിലോ മനസ്സിലായല്ലോ. ഈ കാലിന് വേണ്ട. ഈ വേണം. ഈ കാല് അല്ല, ഈ പൊസിഷൻ ഇതുപോലെ ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഈ കാലിലാവും. അപ്പുറത്ത് തിരിഞ്ഞു കിടക്കുമ്പോൾ ഈ കാലിലാവും. സെയിം തന്നെ ആവും. എന്നിട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ കുഴി ഞരമ്പിന് കയറ്റി പിടിച്ച് ഈ പിങ്ങല ഞരമ്പിനും കൂടെ ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരുമിച്ച് തട്ടി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങനെ. ഇനി ഇപ്പുറത്താണ്, നേരത്തെ സംശയം വേണ്ട, ചരിഞ്ഞോട്ട് കിടന്ന് ഇത് മടക്കി വെച്ച് ഇവിടെ ചെയ്തു. മറ്റേതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് ഇത് ശരിയാക്കി കഴിഞ്ഞാൽ ഇപ്പം ബാക്കും സൈഡുമായി ഇനി ഓപ്പോസിറ്റ് മലർത്തി കിടക്കുക. ആദ്യം ചെയ്തത് എന്താണ് നമ്മൾ ഓർക്കുക. അപ്പൊ ഹിപ്പിന്റെ മറുവശമാണ് ചെയ്തത്. അതുകൊണ്ട് ഹിപ്പ് ആ പൊക്കിൽ നിന്ന് പതുക്കെ ആ എണ്ണ ഒഴിച്ചിട്ട് വിരലുകൊണ്ട് നടുവിരലുകൊണ്ട് പതുക്കെ ഇങ്ങനെ വ്യാപ്തം കൊണ്ടുവന്ന് അങ്ങ് 3 വിരൽ വീതം കൊണ്ടുവന്ന് 5 വിരലും പതിച്ച് കാലിലേക്ക് കൊണ്ടുവരിക. തിരിച്ചും അതുപോലെ കൊണ്ടുവന്ന് ക്ലോക്ക് വൈസ് ചെയ്ത് ഈ കാലിൽ അപ്പുറം ചെയ്തതുപോലെ കൊണ്ടുവരിക. ഇവിടുന്ന് ചെയ്ത് കാലിലേക്ക് കൊണ്ടുവരിക. ഇവിടെ ഈ കാലിലേക്ക് കൊണ്ടുവരും, കയ്യിലേക്ക് കൊണ്ടുവരും. അപ്പം ഇത് ഇനി അപ്പുറം വേറെ ചിലത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ടാപ്പിംഗ് ചെയ്തിട്ടുണ്ട്, സർക്കുലർ മസാജ് ചെയ്തിട്ടുണ്ട്, ഗ്ലൈഡിങ് മസാജ് ചെയ്തിട്ടുണ്ട്. ഗ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിമാനം കറങ്ങി ഇറങ്ങുന്ന പോലെ ഇങ്ങനെ ഈ ചേണത്തിലൊക്കെ ബലമൊന്നും കൊടുക്കരുത്, ഇവിടെ കൊണ്ടു കയറരുത്, വിരലില് മോതിരം ഒന്നും ഇട്ട് കളയരുത്. ഇങ്ങനെ കൊണ്ടുപോയി കറക്കി എടുത്തിട്ട് ഹിപ്പ് ഇങ്ങനെ ആണെങ്കിൽ നമുക്കൊന്ന് ഉയർത്തിയിടാം. പിന്നെ ഒരു കാലിൽ നിന്ന് നേരത്തെ അവിടെ ചെയ്ത പോലെ കാലിൻ്റെ ഇവിടെ തുടങ്ങിയിട്ട് ഈ വിരലുകൾ വലിച്ച് ഓരോന്നായിട്ട് ചെയ്ത് ഈ പോർഷൻ മാത്രം ചെയ്ത് ഇതെല്ലാം 21 ഇവിടെയും കറക്റ്റായിട്ട് ചെയ്ത് ഹിപ്പിൽ കൊണ്ടുവന്നിട്ട് ഗ്ലൈഡിങ് സ്ട്രോക്ക് നേരത്തെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ കൈ കൊണ്ടുവരുന്നത് ഇങ്ങനെ പിടിക്കുക. കൈ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ പൊക്കിലേക്ക് ഇറക്കി ഇങ്ങനെ കൊണ്ടുപോകുക. ഇങ്ങനെ കൊണ്ടുപോകും. ഇതുപോലെ മറുസൈഡ് ചെയ്യും. അപ്പോൾ ചെറിയ സ്ട്രോക്കുകളൊക്കെയായി. ഈ ലോങ് സ്ട്രോക്കാണ്. അത് നീട്ടി വെച്ചിട്ട് ലോങ് സ്ട്രോക്കുകൾ ഇവിടുന്ന് ഒരു 21 ഇവിടുന്ന് തുടങ്ങേണ്ടത് മുകളിലോട്ട്. ലോങ് സ്ട്രോക്ക് മുകളിലോട്ട് 21 ഇവിടെ കൊണ്ടുപോയിട്ട് ഈസി ആയിട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും ശക്തിയായിട്ട് 21 മറുവശം 21. ഇത് കഴിഞ്ഞാൽ ക്രോസ് സ്ട്രോക്ക്. അതാണ് രണ്ടുപേര് ചെയ്യുന്നതിന് പോലെ. നോക്കണം, നിൽക്കുന്ന ഈ പൊസിഷനാണ്. ഇടതാരം മുന്നിൽ കയറ്റി വെച്ചിട്ട് നിൽക്കും. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് തിരിച്ചൂടെ കൊണ്ടുവരുന്നതനുസരിച്ച് ഈ ബോഡി ഇങ്ങനെ നിൽക്കും. കണ്ട പൊക്കിള് സെന്റർ ഓഫ് ബോഡിയാണ്. അതിലേ കൂടെ കടന്നു പോകണം. ഇത് ഇങ്ങനെ ചെയ്യുക. കമത്തി കിടത്തി ഇത് ക്രോസ് അവസാനം ചെയ്യണമായിരുന്നു. ഞാൻ ചെയ്തിരുന്നു. അത് കമത്തി കിടത്തിയും ചെയ്യുക. ക്രോസ് ചെയ്തില്ല. ആ ക്രോസിങ് അവിടെ ഒറ്റയ്ക്കാണ്. രണ്ടുപേരാണെങ്കിൽ 2 സൈഡിൽ നിന്ന് തിരിച്ചു. പക്ഷെ ഈ ക്രോസിങ് രണ്ടുപേരും മാറി മാറി ചെയ്യും. ചെയ്യണം. അല്ല സാറിപ്പോ ഇത് നിന്നതേ ഒരാളായപ്പോ പേഷ്യന്റ് റൈറ്റ് സൈഡിലല്ലേ, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പൊസിഷൻ അങ്ങനെ കീപ്പ് ചെയ്യുകയെല്ലാം വേണം. ഏത് പൊസിഷനും നമുക്ക് ഇടത്ത വശം വാക്കുള്ള ഒരാൾക്ക് എനിക്കിപ്പോ റൈറ്റിലേക്ക് നയിക്കുന്ന സൗകര്യം. ചിലർ ഇടത്ത് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഇടത്ത ഉള്ളവർക്ക് ഇപ്പുറത്തിരിക്കുന്നതായിരിക്കും സൗകര്യം. അപ്പൊ ഇങ്ങനെ നിന്നാൽ 2 സൈഡ് ഈക്വൽ പിന്നെ മൂവ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരാൾ വേണമെന്നില്ല. ലോങ് സ്ട്രോക്ക് കഴിഞ്ഞാൽ നൂത്തിരുത്തി കാലൊക്കെ അങ്ങ് അപ്പുറത്തോട്ട് ഇട്ടിട്ട് ഇനിയാണ് നെക്ക് ആൻഡ് ഹെഡ് വരുന്നത്. അപ്പൊ ആദ്യം നെക്ക് നമ്മൾ വളച്ചൊക്കെ നോക്കണം, എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വായയുടെ താഴെ ഇങ്ങനെ അടിച്ചു നോക്കണം. എന്തെങ്കിലും ലോക്കങ്ങനെ ഉണ്ടോ, ഇങ്ങനെ തട്ടി നോക്കണം. പെയിലെങ്ങനെ വരുന്നുണ്ടോ, ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ നേരത്തെ കണക്ക് 2 സൈഡിലും ടെസ്റ്റ് ചെയ്യുക. ഷോൾഡർ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൈ പൊക്കി നോക്കാം. കൈ പൊക്കി നോക്കാം.
ശ്വാസമാണ് വിലങ്ങിയിരിക്കുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെ തട്ടിയാൽ ശ്വാസം നേരെയാവും, അല്ലെങ്കിൽ ഇവിടെ തട്ടിയാൽ മതി. ആ തട്ട് കൊള്ളുമ്പോൾ ശ്വാസം വിടാൻ പറയണം. എന്നിട്ട് ഇവിടെ ഈ നെക്കിൻ്റെ ആ C1 to C7 മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ആ ഹംസഫലകത്തിൽ കൊണ്ടുവന്ന് താഴത്തെ ഇങ്ങനെ കൊണ്ടുവന്ന് അത് 21 പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ ചെവിക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ കറക്കി 21 പ്രാവശ്യം എടുത്ത് 21ാമത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരിക. അത് രണ്ട് സൈഡും കഴിഞ്ഞാൽ ഇങ്ങനെ ഉയർത്തി വെച്ചുകൊണ്ട് ചെറിയ ജർക്കുകൾ ഇങ്ങനെ കൊടുക്കുക. ഏതെങ്കിലും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നെങ്കിൽ മോട്ടറിൽ വീഴാൻ വേണ്ടി ചെറിയ ജർക്കുകൾ കൊടുക്കുക. മാന്യ നീല മാതൃക ആ നെർവ് സിസ്റ്റമൊക്കെ ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഫിംഗർ ടിപ്പ് കൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് ഓടിച്ച് ട്രക്കിയ ഇവിടെ നല്ലോണം സ്ലിപ്പ് ചെയ്ത് കുഴപ്പമുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഇവിടെ പതുക്കെ ഒന്ന് അമർത്തണം. നെഞ്ചത്തൊക്കെ നോക്കണം. ഇവിടെ കൈവച്ച് തട്ടി ഓർഡറാക്കണം. ഇവിടെ ആക്കണം. ഇവിടെ തട്ടുമ്പോഴേക്ക് എവിടെയെങ്കിലും ആ കാവിറ്റിയിലൊക്കെ വായു നിൽക്കുന്നെങ്കിൽ അതൊക്കെ പുറത്തു പോകും. എന്നിട്ട് നേരെ ഇരുത്തി കൈ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഇരുത്തിയിട്ട് ഈ കൈയുടെ മുട്ട് ബൃഹതി കൊള്ളിച്ച് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ നോക്കും. എന്തെങ്കിലും വിലങ്ങലോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിനകത്ത് അറിയാം. അയാൾക്ക് ശ്വാസം മുട്ടും. ഇന്ന് നാഡീപരിശോധന ചെയ്യാം. ഇവിടെ ഏത് പോയിന്റിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇവിടെ ചെയ്യാം, ഇവിടെ ചെയ്യാം, ഇവിടെ ചെയ്യാം, പള്ളയ്ക്ക് ഇവിടെ ചെയ്യാം, മുട്ടിൻ്റെ ഭാഗത്ത് ചെയ്യാം, കാലിൻ്റെ വിരലിൻ്റെ തളവിരലിൻ്റെ പെരുവിരലിൻ്റെ ഭാഗത്ത് നാഡി ഓടി പുറമേ കിട്ടുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഈ സ്കാപ്പില ഇങ്ങനെ ഒന്ന് ഞെളിച്ച് അത് ഓർഡറിലാക്കാം. എണ്ണ തേച്ച് ഇവിടെ മുഴുക്ക ഇങ്ങനെ ഫിംഗർ വൈബ്രേഷൻ കൊടുക്കുക. മസാജ്, ഫിംഗർ മസാജാണ് കൊടുക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങോട്ട് ബാക്കിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഈ 3 പേരിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് ചുഴിയിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ 2 പേരിൽ ആ കാവിറ്റിക്കകത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും മുകളിൽ പോയിട്ട് മൂക്കിൻ്റെ 2 സൈഡിൽ കൊടുത്താൽ തമ്പ് ഇങ്ങോട്ട് വരും. നിങ്ങൾക്ക് ഫേഷ്യൽ മസാജിന് ഇത് വളരെ നല്ലതാണ്. ഷേപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരുന്നാലും മസിലുകളൊക്കെ നല്ല ഓർഡർ വരും. ഒരു 10 ദിവസം മസാജ് ചെയ്തിട്ട് കണ്ണാടി പോയി നോക്കുമ്പോൾ സുന്ദരികളായി. ഈ ചെവിയിലൊക്കെ നല്ലോണം മസാജ് കൊടുക്കുക. ഇങ്ങനെ വലിക്കുക. എന്നിട്ട് ഈ നെർവ് സിസ്റ്റമൊക്കെ നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ അവസാനം നിർത്തുന്ന സമയത്ത് നേരെ ഉച്ചയിൽ 3 അടി അടിച്ച് നോക്കി ഏതെങ്കിലും ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, നാഡിനില രണ്ടും ശരിയാണെന്ന് ഓർഡറിലാണോ എന്ന് നോക്കാം. കാലിലും കയ്യിലും കൂടെ വേരിയബിളാണോ എന്ന് അതും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് രണ്ടും ഒരേ സമയത്ത് കിട്ടുമെന്ന് നോക്കാം. തിരിച്ചപ്പുറം ഇപ്പുറമൊക്കെ. അപ്പോൾ ബോഡി ഇതെല്ലാം കറക്റ്റാണ്. ആ പൾസ് റേറ്റെങ്കിൽ വേറൊന്നും പേടിക്കുകയില്ല. അയാൾക്ക് സുഖമായിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ച് പയറ് പൊടി അകത്ത് എണ്ണയ്ക്ക് പകരം സോപ്പിന് പകരം പയറ് പൊടി തേച്ച് കുളിക്കുക. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോഴേ എണ്ണ ഒഴിച്ചൊരു സ്പോട്ട് ഉണ്ടല്ലോ, കളരി മസാജും പൊക്കിളുന്നായിരുന്നു. ഇവിടെ ഇതാണ്ട് ഈ കുഴി ഉണ്ടല്ലോ, ഇവിടെ 2 കുഴി, അതിന്റെ സെന്ററിൽ ഇവിടെ എണ്ണ ഒഴിച്ചാൽ ഇവിടെ കുഴിഞ്ഞി താണ്ട ഇതിനകത്ത് എണ്ണ നിർത്തുന്നത്. ഇത് പൊക്കിളിന് ഓപ്പോസിറ്റാണ്. അപ്പൊ ഇത് L5 to S1 S1 അല്ല, L4 L5 വരും. L4 L5 വരും. സെൻട്രലാണ് ഒഴിക്കുന്നത്. ഇത് വേറൊരു ഗുണവും കൂടെ. ഈ സെൻട്രൽ എണ്ണ ഒഴിക്കുമ്പം ഇതാണ് സെൻട്രൽ എന്തേ വേനുണ്ടോ? ഇവിടെ എണ്ണ ഒഴിക്കുമ്പം ആ എണ്ണ ഒരു കുറച്ച് തടം പോലെ ഇവിടെ നിൽക്കും. അത് ശ്രദ്ധിച്ചാൽ ഈ ഡിസ്കിന് പ്രൊലാപ്സ് ഉണ്ടോ ഇല്ലയോ എന്നറിയാം. എണ്ണ എങ്ങോട്ട് ഒഴുകുന്നു നോക്കിയാൽ മതി.
താഴോട്ട് ഒഴുകുകയാണെങ്കിൽ ഇവിടെ കുഴപ്പമുണ്ട്, ഇങ്ങോട്ട് ഒഴുകുകയാണെങ്കിൽ ഇവിടെ കുഴപ്പമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ബാലൻസ് ചെയ്യും. ഇപ്പോൾ അങ്ങോട്ടാണ് ഒഴുകുന്നെങ്കിൽ ഈ ബാലൻസ് ചെയ്യുമ്പം ഇവിടെ തടം മാറിയിട്ട് അവിടെ വരുന്നത് ഈ ഇവിടെ തന്നെ എണ്ണ നിൽക്കും. എണ്ണ നിന്ന് കഴിഞ്ഞാൽ ഇത് വെച്ച് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ വലിവെടുക്കാതെ രണ്ടുപേരുണ്ടെങ്കിൽ വലിവെടുക്കുക എന്ന് പറയുന്ന പ്രശ്നം ഓരോ വിരലിലായിട്ട് കാല് കൈ നേരെ അപ്പുറവും നേരെ, അത് കഴിഞ്ഞ് ക്രോസായിട്ട് ഇങ്ങോട്ട് ക്രോസായിട്ട് പിന്നെ ചരിഞ്ഞ് കിടന്നുകൊണ്ട് ഇങ്ങനെ രണ്ടും കൂടെ വെച്ചിട്ട് ഈ മുട്ടുകൊണ്ട് ഈ ഹിപ്പിന് ഇങ്ങനെ വലിച്ച് അപ്പുറത്ത് ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഒരു പരുവാവും. നമ്മളൊരു നമ്മളെ സ്കോളിയോസിന്റെ മാസേജ് ചാർജ് ഇപ്പം തീരും. ബാറ്ററി ആദ്യം പ്രസ് ചെയ്ത് വായു നിലയൊക്കെ കറക്റ്റ് ചെയ്യണം. എന്നിട്ട് ഫ്രണ്ടിൽ പോകണം. ഇവിടെ നിൽക്കുന്ന പോലെ ഫ്രണ്ടിൽ പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ എടുക്കണം, തിരിച്ചിങ്ങോട്ട്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രസ് ചെയ്ത് ഈ മസിൽ അങ്ങോട്ട് എന്നിട്ട് കൈ തിരിച്ചു വിട്ടിട്ട് വിട്ടിട്ട് ഇങ്ങനെ എടുത്ത് അത് 21 എണ്ണം കവർ ചെയ്തിട്ട് ഇങ്ങോട്ടാണ് കൊണ്ടുപോകാം. എണീറ്റ് സ്ട്രെച്ചിങ്ങിന്റെ ഏത് സ്ട്രെച്ചിങ്? സ്ട്രെച്ചിങ് മസിൽ ഗ്രൂപ്പ് സ്ട്രെച്ച് ഏത് സ്ട്രെച്ച്? സമയമായിരുന്നു അടുത്ത പിന്നെ ഒരു കാര്യമുള്ളത്,